എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇനി നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു കിടിലൻ റെസിപ്പി അങ്ങ് ചെയ്താലോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു മത്തി വറ്റിച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളുടെ കറിക്ക് ആവശ്യത്തിനുള്ള മത്തി ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി ഇതുപോലെയുള്ള ചെറിയ മത്തി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ ചെരുവിയത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 3 പച്ചമുളക്, ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 6-7 ചെറിയ ഉള്ളി, അത് വേണമെങ്കിൽ നമുക്ക് മുറിച്ചിട്ടാണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച്, ഒരുപാട് വേണ്ട, ഒരല്പം മാത്രം മതി, നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്, ചെറിയൊരു തരിതരിപ്പോടെ ഇതുപോലെ അങ്ങ് അരച്ചെടുത്ത് വെക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം. മത്തിയൊക്കെ ഇതുപോലത്തെ മൺചട്ടിയിൽ വെക്കുമ്പോഴാണല്ലോ കൂടുതൽ ടേസ്റ്റ്. നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അരച്ച് വെച്ചിരുന്ന തേങ്ങ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറുമ്പോഴേക്കും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു 1 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കുടംപുളി 2 കഷ്ണം ഇതുപോലെ ഒന്ന് മുറിച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇനി ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 1-2 മിനിറ്റ് നല്ലപോലെ ഒന്ന് വെട്ടി തിളച്ചോട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. അപ്പോൾ നമ്മളുടെ കറി നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. 2 മിനിറ്റ് ഇതുപോലെ ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കാം. കറി സാധാരണ ഞാൻ ഉണ്ടാക്കുന്നത് കപ്പയ്ക്കൊപ്പമൊക്കെ കഴിക്കാനാണ് കേട്ടോ. പിന്നെ അതിന് മാത്രമല്ല ചൂട് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയതാണ്. പിന്നെ ഇതിലോട്ട് നമ്മൾ അധികം മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് അധികം എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം, അല്ലെങ്കിൽ കുരുമുളകാണെങ്കിലും പൊടിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ചെറിയൊരു ഉപ്പിൻ്റെ കുറവുണ്ട്, ഒരല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് വറ്റി വന്നോട്ടെ. പിന്നെ വീഡിയോ കാണുന്നതിനിടയിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇതുപോലെ പാകത്തിന് വറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറമെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഇരിക്കുമ്പോൾ ഒന്നുകൂടി കുറുകി വരും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് സ്റ്റൗവിൽ നിന്ന് ഒന്ന് ഇറക്കി വയ്ക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാടൻ മത്തി വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു നാടൻ കറിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്